ഹേ ഗൈസ്, ഐ എം സോ എക്സൈറ്റഡ്. ഞാൻ ഈ വരുന്ന 19th നാട്ടിലോട്ട് പോവുകയാണേ. ഞാൻ ഈ 2 പെട്ടികളാണ് കൊണ്ടുവന്നത്. അതൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ വളരെ കുറച്ച് ഡ്രസ്സസ് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. തിരിച്ചു വരുമ്പം ഈ പെട്ടി നിറയെ ഡ്രസ്സസ് കൊണ്ടുവരാനാണ് പ്ലാൻ. കാരണം ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ. കാരണം ഒന്ന്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസിൽ നല്ല ക്വാളിറ്റി ഡ്രസ്സസ് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പാക്കിംഗ് തുടങ്ങാം അല്ലേ. ഞാൻ ഇപ്രാവശ്യം ജാക്കറ്റ്സ് കൊണ്ടുപോകുന്നുണ്ട്. കാരണം എൻ്റെ ഫാമിലി ഷില്ലോങ്ങിലാണുള്ളത്. അവിടെ ഭയങ്കര തണുപ്പാണ്. സോ കുറച്ച് ജാക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനാണ് പ്ലാൻ. കാരണം ഞാനിവിടെ തിരിച്ചെത്തുമ്പോഴത്തേനും ഇവിടുത്തെ വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. സോ എന്തായാലും കുറച്ച് സ്വെറ്റേഴ്സും ജാക്കറ്റ്സും ഞങ്ങൾക്കിവിടെ അത്യാവശ്യമാണ്. പാക്കിങ്ങിൽ ഞാനൊരു എക്സ്പേർട്ടാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ എനിക്കിങ്ങനെ ഓർഗനൈസ് ചെയ്ത് ഇങ്ങനെ തുണിയൊക്കെ അടുക്കി പറക്കി വെക്കുന്നത് എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഡ്രസ്സസൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നീറ്റാണെന്ന് തോന്നുന്നു. അത്രയ്ക്കും ഇതല്ല, ഞാൻ പറഞ്ഞില്ല ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല. ബട്ട് എനിക്കിഷ്ടമാണ്. ഈ കാണുന്ന ജാക്കറ്റ് ഞങ്ങൾ കഴിഞ്ഞ വട്ടം പോയപ്പം ഡെക്കത്തലോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതുവരെ ഇടാൻ പറ്റിയിട്ടില്ല. കാരണം ഇവിടെ സമ്മർ സീസൺ ആയിരുന്നു. അപ്പോൾ സോ ഇനി ഷില്ലോങ്ങിൽ ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഞാനിപ്പോൾ എന്താ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് അവിടുത്തെ ഒരു സ്റ്റാഫ് ഞങ്ങൾക്ക് ഇതെങ്ങനെയാണ് മടക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തന്നിരുന്നത് കേട്ടോ. ഇപ്പോൾ എനിക്കത് ഓർമ്മയില്ല. ഇനി വല്ല യൂട്യൂബും നോക്കി പഠിക്കണം. പക്ഷേ എനിക്കതിനുള്ള പേഷ്യൻസും ടൈമും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ രീതിയിൽ മടക്കി വെച്ചേ അതിനെ. എങ്ങനെയുണ്ട്? കൊള്ളാമോ ഗൈസ്? ഓരോരോ പ്രഹസനങ്ങൾ. ഞാൻ എൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ ഒരു സെപ്പറേറ്റ് കവറിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. അപ്പം അതങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി പോകത്തില്ല. പിന്നെ ഇത് കണ്ടോ, ഞാൻ എൻ്റെ ഷാമ്പൂ, ബോഡി വാഷും പിന്നെ മോയ്സ്ചറൈസറും ഈ ചെറിയ ബോട്ടിൽസിലാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അതാകുമ്പം ഒരുപാട് വെയിറ്റ് നമുക്ക് വരുത്തി. ഈ കാണുന്ന ഐറ്റംസൊക്കെ നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ്. ഞാനധികം കൊണ്ടുപോകുന്നില്ല. കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു മെയ് പകുതിയാകുമ്പോൾ വരും. അപ്പോഴായിരിക്കും കുറച്ചുകൂടെ ഐറ്റംസ് കൊണ്ടുവരുന്നത്. ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് അധികം സാധനങ്ങൾ കൊണ്ടുപോകണ്ടെന്ന് അവരും പറഞ്ഞിരുന്നേ. എനിക്ക് ആവശ്യമായിട്ടുള്ള മേക്കപ്പ് ബ്രഷസൊക്കെ ഞാൻ ഈ സിപ്പ് ലോക്കറിലാക്കിയിട്ടാണ് വെക്കുന്നത് കേട്ടോ. പിന്നെ എൻ്റെ ജ്വല്ലറി ഐറ്റംസും ഇങ്ങനത്തെ സിപ്പ് ലോക്കറിലാക്കി വെക്കുകയാണ്. ഇത് സ്വർണ്ണമല്ല, ഇതെല്ലാം എൻ്റെ അല്ലാത്ത ജ്വല്ലറി ഐറ്റംസാണ്. പിന്നെ ഈ പെട്ടി നിറച്ച് ഇങ്ങനത്തെ ഐറ്റംസാണ് ഞാൻ വെക്കുന്നത്. ഇതിൽ എൻ്റെ മേക്കപ്പ് ഐറ്റംസാണുള്ളത്. അതിൽ അഴുക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. പിന്നെ എൻ്റെ ഈ വലിയ പെട്ടിയിൽ കുറച്ച് ഡ്രസ്സസും വേറെ കുറേ ഐറ്റംസുമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഞാൻ ഇപ്രാവശ്യം കൊണ്ടുവരുന്നുള്ളൂ. സോ പാക്കിംഗ് ഈസ് ഓൾമോസ്റ്റ് ഡൺ. പിന്നെ ഇതിൽ എൻ്റെ പാസ്പോർട്ടും കുറച്ച് അതർ ഡോക്യുമെൻറ്റ്സും ഞാൻ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ.